എന്നാലും 1 മില്യൺ അടിച്ചല്ലേ പറഞ്ഞ അമ്മയുടെ അടുത്തൊക്കെ. ഇതാണ് മൗലി. മണ്ഡലകാലവും ക്രിസ്മസും വന്നപ്പോൾ ഞാൻ ഇവൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നത്. അത് 1 മില്യൺ അടിച്ച് അതിൻ്റെ സന്തോഷമാണിത്. ഇത് സന്നിധാനത്ത് പോയി കൊണ്ടുവന്നതാണ്. ആസ് യൂഷ്വൽ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആക്രാന്തം കാണുമല്ലോ. അങ്ങനെ ട്യൂഷൻ പിള്ളേരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ്. പിന്നെ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിക്കാറുണ്ട്. എന്നിട്ട് ഈ അരവണയിൽ പൊരിയൊക്കെ മിക്സ് ചെയ്ത് എല്ലാവരും കഴിക്കുന്ന പോലെ എനിക്കിതുപോലെ പൊരിയാണ് കൂടുതലിഷ്ടം. പൊരിയും അതിനകത്തുള്ള സ്വീറ്റ്സൊക്കെയാണ് ഇഷ്ടം. അരവണ എനിക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. പക്ഷേ ഇവരൊന്നും അങ്ങനെയൊന്നും അല്ല. ഇവരത് സദ്യ കഴിക്കുന്ന ലാഘവത്തോടെ ഇത് അടിയും പിടിയും ആയിട്ടാണ് കഴിക്കുന്നത്. ഇവരിൽ മിക്കവരും സഹോദരന്മാരാണ്. പക്ഷേ ഇതങ്ങോട്ട് കഴിക്കുന്ന സമയത്ത് അതെല്ലാം അങ്ങ് മറക്കുന്നത്. ഇവൻ കൂടുതൽ കഴിച്ചെന്നാണ് ഇവൾ പറയുന്നത്. ഇവളാണ് ഇവൻ്റെ സ്വന്തം സഹോദരി. ക്രിസ്മസ് കൂടും ട്രീയും എല്ലാം ശരിയാക്കാൻ ഇവരാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. പുറത്ത് പോയപ്പോഴത്തേക്ക് എല്ലായിടത്തും ചുവന്ന ഡ്രസ്സുണ്ട്. അപ്പോൾ ഞാനും പോയി ഒരു ടോപ്പിന് തുണി വാങ്ങിയിരുന്നു. 12 മണിയായിട്ട് തീരാത്തതുകൊണ്ട് പൂച്ചയ്ക്ക് ഒരു പ്രാന്തായി എഴുന്നേറ്റൊക്കെ ഓടി. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. പിന്നെ കുട്ടികൾക്ക് 23-ാം തീയതി എക്സാം ഉള്ളതുകൊണ്ട് ഒന്നും പഠിപ്പിക്കാനൊന്നും പറ്റില്ല. എന്നാലും ഒരു ദിവസം കൊണ്ട് ഒരു ഡാൻസൊക്കെ പഠിച്ചെടുത്തു. കണ്ണടച്ച് കിടക്കണ്ടത് കരിക്കൊഴിച്ചിട്ട് വരിച്ചു കേട്ടട ചങ്ങായി. മുട്ടപ്പത്തിരി മട്ടൻ ചാറില് കുഴച്ചു തിന്നട ചങ്ങായി. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ഡാൻസ് ഈ സ്ക്രിപ്റ്റിലേ ഇല്ലായിരുന്നു. പിന്നെ ഇവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മ കണ്ടാണ് ഞാനും കൂടെ കളിച്ചത്. അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുത്തു. യാതൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ തന്നെ അനിയനെയും ചേട്ടനെയും ചേച്ചിയൊക്കെ തന്നെയാണ് കിട്ടിയത്. പിന്നെ ഞാൻ ഒന്നും കൂടെ ഇട്ടു. അപ്പോൾ എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റാണത്. പിന്നെ ഇതാ ഇവളുടെ ഒരു പാട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ അത്യാവശ്യം ഒരു 4-5 പാട്ട് ഒരുമിച്ചിരുന്ന് പഠിച്ചൊക്കെയാണ് വന്നത്. ഈവൻ കണ്ടുപത്തിരിക്കുന്നതെന്ന് വെച്ചാൽ സമയത്ത് പാട്ട് പാടാമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലും കാല് മാറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് നമ്മുടെ അവന്തികയുടെ അമ്മയാണ്. പാട്ട് പാടാൻ പറഞ്ഞ് നല്ല കിടിലനായിട്ട് പാടി. അത് ഞെട്ടിയാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. ഇത്രയും നന്നായിട്ട് പാട്ട് പാടും നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ആ പാട്ടോടുകൂടി നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം അവസാനിക്കുകയാണ്.